നമസ്കാരം ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നത്തിങ് ഫോൺ 2A പ്ലസിനെ കുറിച്ചാണ്. യെസ്, നത്തിങ് ഫോൺ 2Aക്ക് ശേഷം 2-3 മാസമേ കഴിഞ്ഞിട്ടുള്ളൂ ഏകദേശം. പിന്നെ ഒരു ഫോണ് മീഡിയ ടെക്കിൻ്റെ കൊളാബറേഷനിൽ സെയിം ചിപ്സെറ്റ് കുറച്ചുകൂടി ട്വീക്ക് ചെയ്ത് കുറച്ചും കൂടി മെഗാഹെർട്സ് ഒക്കെ കൂട്ടി അല്ലെങ്കിൽ ക്ലോക്ക് സ്പീഡ് കൂട്ടിയിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു ഫോൺ. എന്നിട്ട് 10% ഡിഫറൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് തള്ളിവിട്ട് പ്രോഫിറ്റ് മേക്കിംഗ് ബിസിനസ്. യെസ്, ബിസിനസ്സാണ്, പക്ഷേ എന്താ കണ്ണ് പറയാനില്ല മോനെ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടെക് ടു ടെക് മലയാളം എന്ന യൂട്യൂബ് ചാനൽ ഞാൻ അമർനാഥ്. കൂടെയും കളയണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ ബോക്സ് ആൻഡ് പ്രൈസ്. ബോക്സിൻ്റെ അകത്ത് ചാർജർ കിട്ടുന്നില്ല. 2500 രൂപയ്ക്ക് 45 വാട്ട്സിൻ്റെ ചാർജർ വാങ്ങാം. ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിളാണ് പെട്ടിയിൽ കിട്ടുന്നത്. 8256-ന് 28,000 രൂപ, 12256-ന് 30,000 രൂപ. 2000 രൂപയുടെ ഓഫ് വരുന്നുണ്ട് ICICI ബാങ്കിൻ്റെ കാർഡിൽ. ആ ഓഫർ നിങ്ങൾ ഉപയോഗിച്ചാലും നിങ്ങൾക്ക് 500 രൂപ എക്സ്ട്രാ കൊടുക്കണം ചാർജറിന്. ഇനി ഉപയോഗിച്ചില്ലെങ്കിൽ 2000 ഏകദേശം 4500 രൂപ എക്സ്ട്രാ കൊടുക്കണം. അപ്പം ഏകദേശം 30 രൂപ റേഞ്ച് തന്നെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. സോ 30K കാറ്റഗറിയാണ് ഈ ഫോൺ അല്ലേ. ഡിസൈൻ നോക്കുവാണെങ്കിൽ ഡിസൈൻ ഓൾമോസ്റ്റ് സെയിം ആണ്. നത്തിങ് ഫോൺ 2A ആയാലും 2A പ്ലസ് ആയാലും ഡിസൈൻ ആ ക്യാമറ മോഡ്യൂളൊക്കെ സെയിം ആണ്. 2 കളർ വേരിയൻസിലാണ് ഈ ഫോൺ വരുന്നത്, ബ്ലാക്കും ഗ്രേയും. ഈ ഗ്രേ വേരിയൻ്റാണ് ഇതിൻ്റെ ഒരു പുതുമ, 2A പ്ലസിൻ്റെ പുതുമ. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഞാനിവിടെ കൊടുത്തേക്കാം. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ എക്സാക്ട്ലി സെയിം ആണ്. പ്ലാസ്റ്റിക് ബാക്ക്, അത് ഗ്ലോസി ഫിനിഷാണ്, ഫിംഗർ പ്രിൻറ്റ്സ് പഞ്ചസ് പതയും. ഇനി പ്ലാസ്റ്റിക് ഫ്രെയിംസ് തന്നെയാണ് വരുന്നത്, പക്ഷേ ഫ്രെയിംസ് നിങ്ങൾക്ക് മാറ്റാണ് കിട്ടുന്നത്. 8.5 mm തിക്നെസ്, 190 ഗ്രാം വെയിറ്റ്, പിന്നെ IP54ൻ്റെ വാട്ടർ റേറ്റിംഗ്, ഡ്യുവൽ നാനോഡ് സിം കാർഡ് സപ്പോർട്ട് ഓൺലി. നിങ്ങൾക്ക് SD കാർഡ് ഇവിടെ ഇടാൻ പറ്റില്ല. 3.5 mm ഓഡിയോ ജാക്കും ഇവിടെ വരുന്നില്ല. ഇൻ ഹാൻഡ് ഫീലും 2 ഫോൺസും സെയിം ആണ്. ടൈപ്പ് സി പോർട്ട് വെർഷൻ 2.0 ആണ് വരുന്നത്. നിങ്ങൾക്ക് ഫ്രണ്ടിലുള്ള ഗ്ലാസ് ഗൊറില്ല ഗ്ലാസ് 5ഉമാണ്. ഡിസൈൻ ആൻഡ് ബിൽഡ് സെയിം, ഒരു വ്യത്യാസമില്ല, ഞാൻ പറഞ്ഞ കളറിൻ്റെ വ്യത്യാസം മാത്രം. ഇനി ഡിസ്പ്ലേ ആൻഡ് ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റ് അതും സെയിം. 6.7 ഇഞ്ചസിൻ്റെ ഫുൾ HD പ്ലസ് ആമോലെഡ് സ്ക്രീനാണ്. ഫ്ലാറ്റ് 10 ബിറ്റിൻ്റെ 120 Hz റിഫ്രഷ് റേറ്റ്, 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ്, ഗൊറില്ല ഗ്ലാസ് 5, 2360 Hz PWM ഡിമ്മിങ്. പിന്നെ ആ ഒരു ബെസൽസ് നോക്കുവാണെങ്കിൽ നല്ല രസമൊക്കെ ഉണ്ട് കാണാൻ, പക്ഷേ അത് 2A ആയിട്ട് സെയിം ആണ്. അതാണ് ഞാൻ പറയുന്നത്, സിമ്മട്രിക്കൽ ബെസൽസ് ആണ്, പക്ഷേ കാണാൻ അടിപൊളിയാണെങ്കിലും 2A ആയിട്ട് സെയിം ആണ്. അപ്ഗ്രേഡ് ഇല്ല എന്നാണ് പറയുന്നത്. HDR10+, അത് യൂട്യൂബിലുണ്ട്, നെറ്റ്ഫ്ലിക്സിലില്ല. അങ്ങനെ തന്നെയാണ് 2Aയിലും വരുന്നത്. എക്സാക്ട്ലി സെയിം. 1300 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്, 1100 നിറ്റ്സിൻ്റെ ഹൈ ബ്രൈറ്റ്നസ് മോഡ്. എക്സാക്ട്ലി സെയിം ആസ് 2A. സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്, അവിടെയും വരുന്നുണ്ട്. ആക്സിസ് ലീനിയർ മോട്ടർ ഇവിടെ വരുന്നുണ്ട്. ഹാപ്റ്റിക് ഫീഡ്ബാക്ക് അത് അവിടെയും വരുന്നുണ്ട്. പക്ഷേ ഇതിൽ മാത്രമൊരു ഡിഫറൻസ് ഉള്ളത്, ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഇതിൽ കുറച്ചും കൂടി നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഒന്നുമല്ല നമ്മൾ പ്രൈമറിലി ഒരു ഫോണിനെ നോക്കുമ്പോൾ നോക്കാറുള്ളത്. സോ ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഡിസ്പ്ലേ സെയിം ആണല്ലോ, മനസ്സിലായില്ല. ഡിസ്പ്ലേ ആൻഡ് ഓഡിയോ എക്സാക്ട്ലി സെയിം. ഇനി നമ്മൾ സ്പെസിഫിക്കേഷൻസ് നോക്കുന്ന സമയത്ത് MediaTek Dimensity 7350 Pro 5G ചിപ്സെറ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ എക്സാക്ട്ലി സെയിം ആസ് 7200 Pro, അതായത് 2Aയിലുള്ള. എക്സാക്ട്ലി സെയിം അല്ല, ചെറുതായിട്ട് ഓവർ ക്ലോക്ക് ചെയ്തിട്ടുണ്ട്. 3 GHz ക്ലോക്ക് സ്പീഡ് ഇവിടെ ഉണ്ട്. GPUവും ഓവർ ക്ലോക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ എഴുതി കൊടുത്തേക്കാം കറക്റ്റ് കണക്ക്. AnTuTu സ്കോർ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് 7,43,000 ആ റേഞ്ചാണ്. പക്ഷേ നത്തിങ് പറയുന്നുണ്ട് 8 ലക്ഷത്തിൻ്റെ പുറത്ത് കിട്ടുന്നുണ്ടെന്ന്. അത് നോക്കണ്ട, നമുക്ക് പ്രാക്ടിക്കലി കിട്ടുന്നത് 7,43,000 റേഞ്ചാണ്. നമുക്ക് 2Aയിൽ കിട്ടിയിരുന്നത് 7,21,000 റേഞ്ചാണ്. ഗീക്ക് ബെഞ്ച് സ്കോർ ഞാനിവിടെ കൊടുക്കാം. പിന്നെ CPU ത്രോട്ട്ലിങ്ങിൽ മാത്രം ചെറുതായിട്ട് നല്ലോണം പെർഫോം ചെയ്ത് 2A ആണെന്ന് പറയുന്നുണ്ട്. അപ്പം അതാണ് 2A ആണ് നല്ലതെങ്കിൽ 2A തന്നെ. അപ്പം ഞാൻ ചോദിക്കുന്ന ഇവിടെ ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളൊരു കാര്യത്തിലാണ്. 60 FPS BGMI ഈ ഫോണിലായാലും ആ ഫോണിലായാലും നമുക്ക് കളിക്കാൻ പറ്റും. അപ്പോൾ ഗെയിമിങ്ങും 2 ഫോൺ എക്സാക്ട്ലി സെയിം ആണ്. ഇതിലൊരു 3200 mm² VC കൂളിംഗ് സിസ്റ്റം ഒക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. സോ അതിൻ്റെ ഗുണമൊക്കെ എന്തായാലും ഈ ഫോൺ കാണിക്കും. അത് അതിലും കൊടുത്തിട്ടുണ്ട്, അതിലും ഉണ്ട് കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ. LPDDR4X UFS 2.2. സോ പെർഫോമൻസ് ഈസ് എക്സാക്ട്ലി സെയിം. ഒരു വ്യത്യാസം, അതായത് അവർ പറയുന്നുണ്ട് 10% ഡിഫറൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് സൈറ്റിലൊക്കെ. യെസ്, ശരിയാണ്, സ്പെസിഫിക്കേഷൻ വൈസ് 10% ഡിഫറൻസ് ഉണ്ട്. പക്ഷെ അത് പ്രാക്ടിക്കലി നമുക്ക് എന്ത് ഡിഫറൻസ് ആണ് ഉള്ളത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് MediaTek ആയിട്ട് കൊളാബറേഷൻ ചെയ്ത് നമുക്ക് ലാഭം ഉണ്ടാക്കിയാലോ? സെയിം ചിപ്സെറ്റ് വെച്ചിറക്കാൻ പറ്റില്ല. അപ്പോൾ പേര് മാറ്റി കുറച്ചൊന്ന് ട്വീക്ക് ചെയ്ത് അവിടെ ഇവിടേക്ക് ഒരു വ്യത്യാസം വരുത്തി 10% മറ്റേ ഡിഫറൻസ് മറിച്ച ഡിഫറൻസ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ നത്തിങ് എങ്കിലും ഒരു ഡിഫറെൻറ്റ് പാത്ത് ചൂസ് ചെയ്യും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അവരും അതേ ഒരു പഴയ റിയൽമി, വിവോ, ഓപ്പോ എന്നൊക്കെ പറയുന്ന അതേ പാത്ത് തന്നെയാണ് പോകുന്നത്. ഇനി നമ്മൾ
ബാറ്ററി സെക്ഷൻ നോക്കുവാണെങ്കിൽ 5000 mAh ബാറ്ററി, 50 വാട്ട്സിൻ്റെ ചാർജിങ്. ഇവിടെ ചെറിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, ചെറിയ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്. 2Aയിൽ നിങ്ങൾക്ക് 45 വാട്ട്സ് ആണ്, ഇവിടെ 50 വാട്ട്സ് ആണ്. പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് വാങ്ങാൻ 50 വാട്ട്സ് കിട്ടൂല, 45 വാട്ട്സിൻ്റെ അഡാപ്റ്റർ വാങ്ങാൻ കിട്ടും നത്തിങ്ങിൻ്റെ സൈറ്റിൽ നിന്ന്. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പം അതും എക്സാക്ട്ലി സെയിം. ഇനി 50 വാട്ട്സ് അഥവാ അവർ വാങ്ങാൻ അഡാപ്റ്റർ വിൽക്കാൻ വെച്ചാൽ അതിന് പൈസ കൂടുതലായിരിക്കും. അപ്പം അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ഇനി വയർലെസ് ചാർജിങ്ങിൻ്റെ സപ്പോർട്ടോ കാര്യങ്ങളോ വരുന്നില്ല അവിടെ. അപ്പം പെർഫോമൻസ് അവർ ഡിഫറൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഡിഫറൻസ് ഇല്ല പ്രാക്ടിക്കലി. സ്പെസിഫിക്കേഷൻ വൈസ് ഡിഫറൻസ് ഉണ്ട് പെർഫോമൻസ്, പക്ഷേ പ്രാക്ടിക്കലി ഡിഫറൻസ് ഇല്ല. ബാറ്ററി ലൈഫ് കൂടുതൽ കിട്ടുന്നത് 2Aക്കാണെന്ന് കേട്ടു. അപ്പോൾ 2A എടുത്താൽ പോരെ, 2A+ വേണോ? ഇനി ബാറ്ററി ചാർജിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ പ്രാക്ടിക്കലി ഡിഫറൻസ് ഇല്ല. 5 വാട്ടൊന്നും നിങ്ങൾക്ക് റിയൽ ലൈഫിൽ ഫീൽ ചെയ്യാൻ പറ്റില്ല. സോഫ്റ്റ്വെയർ Android 14, NothingOS 2.6, 3 years ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 4 years സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്. പിന്നെ AI കുറച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. AI ന്യൂസ് വായിക്കും, നമുക്ക് വേണ്ടി ന്യൂസൊക്കെ വായിച്ചു, നമുക്ക് സെലക്ട് ചെയ്യാം എന്ത് ന്യൂസ് വേണം, അങ്ങനത്തെ AI ഫീച്ചേഴ്സ്. പിന്നെ ഗെയിം മോഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഗ്ലിഫ് ലൈറ്റ് വരുന്നുണ്ട്, ഞാൻ പറഞ്ഞു. ഗ്ലിഫ് ലൈറ്റിൽ നമുക്ക് പല ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. നോട്ടിഫിക്കേഷൻ ലൈറ്റായിട്ട് ഉപയോഗിക്കാം, ഗൂഗിൾ കലണ്ടർ ഉപയോഗിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ക്ലീൻ UI ആണ്, ബ്ലോട്ട്വെയർ കാര്യങ്ങളൊന്നും വരുന്നില്ല, നമുക്ക് ആഡ്സ് കാര്യങ്ങളൊന്നും വരുന്നില്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ ഇത് എക്സാക്ട്ലി സെയിം ആസ് നത്തിങ് ഫോൺ 2A. അപ്പോൾ സോഫ്റ്റ്വെയറിലും ഡിഫറൻസ് ഇല്ല. ഇനി നമ്മൾ മറ്റ് ഫീച്ചേഴ്സ് നോക്കും. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സ്കാനർ, ഫേസ് അൺലോക്ക്, IP54 വാട്ടർ റേറ്റിംഗ്, ഗ്ലിഫ് ലൈറ്റ്സ് വരുന്നുണ്ട്. ഇതിലും ലൈറ്റ് കത്തും അതിലും ലൈറ്റ് കത്തും. USB വേർഷൻ 2.0 ഇതിലും അതിലും. പിന്നെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഏകദേശം സെയിം ആണ്. സംഭവം ചെറിയ ഡിഫറൻസസ് ഇവിടെ വരുന്നുണ്ടെങ്കിലും ഹാപ്റ്റിക് ഫീഡ്ബാക്ക് രണ്ടിലും സെയിം മോട്ടറാണ് കൊടുത്തിരിക്കുന്നത്. X ആക്സിസ് ലീനിയർ മോട്ടർ, ഡ്യുവൽ 5G സപ്പോർട്ട്, ഡ്യുവൽ 4G സപ്പോർട്ട്, 2 സിമ്മിലും 4G 5G വർക്ക് ചെയ്യും. വോയിസ് ഓവർ ന്യൂ റേഡിയോ 2 ഫോണിലും വർക്ക് ചെയ്യും. അതായത് മറ്റ് ഫീച്ചേഴ്സും സെയിം ആണെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഡ്യുവൽ 5G, Wi-Fi 6, Bluetooth version 5.3, NFC-യുടെ സപ്പോർട്ട്, പിന്നെ IR ബ്ലാസ്റ്റർ രണ്ടിലും വരുന്നില്ല. അപ്പം മറ്റ് ഫീച്ചേഴ്സും ഏകദേശമല്ല 13 5G ബാൻഡ്സ് എല്ലാം എക്സാക്ട്ലി സെയിം ആണ്. ഇനി ക്യാമറയാണ് ഒരു ചെറിയ ഡിഫറൻസ് കൊടുത്തിരിക്കുന്നത്. 2 ഫോണിലും നിങ്ങൾക്ക് ബാക്കിൽ കിട്ടുന്നത് 50 MP OIS-ഉം EIS-ഉം സപ്പോർട്ട് ചെയ്യുന്ന സാംസങ്ങിൻ്റെ GN9 സെൻസറാണ് പ്രൈമറി ക്യാമറ. രണ്ടാമതായിട്ട് അൾട്രാ വൈഡും അതും 50 MP സാംസങ്ങിൻ്റെ JN1. ഇനി ഇത് സെയിം ആണെങ്കിലും സെൽഫി ക്യാമറയിൽ ഡിഫറൻസ് ഉണ്ട്. 32 MP നത്തിങ് ഫോൺ 2Aയിൽ നിങ്ങൾക്ക് കിട്ടിയിരുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് 50 MP തന്നെയാണ്. സോ അതൊരു നല്ല കാര്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫ്രണ്ടിൽ ഇവിടെ 4K 30 FPS കിട്ടും. നത്തിങ് ഫോൺ 2Aയിൽ നിങ്ങൾക്ക് 1080p 60 FPS മാത്രമായിരുന്നു. ഇവിടെ 4K 30 FPS ഫ്രണ്ടിൽ കിട്ടും. 2 ഫോണിലും ബാക്കിൽ 4K 30 FPS തന്നെയാണ്. സോ സെൽഫി ക്യാമറ മാത്രമാണ് ഡിഫറൻറ്റ്, അത് റെസൊല്യൂഷനിൽ. ഇനി നമ്മൾ പ്രാക്ടിക്കലി നോക്കുമ്പോൾ ക്യാമറ സാമ്പിൾസിൽ വ്യത്യാസമില്ല. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ സെൽഫി ഫോട്ടോസിലാണെങ്കിലും നമുക്ക് അത്രയും ഡീറ്റെയിൽസ് ഒന്നും വ്യത്യാസം അറിയാൻ പറ്റില്ല. അപ്പം പ്രാക്ടിക്കലി അവിടെയും വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. ഓക്കെ, ഇനി നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് കൺക്ലൂഷൻ വന്നേ നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഗെയിമിംഗ് ചിപ്സെറ്റുകൾ വേറെ ഏതാണുള്ളത് നോക്കാം. പോക്കോ F6-ൽ 8s Gen 3, അതായത് 1.5 million പ്ലസ് AnTuTu സ്കോർ. അതേ 1.5 million പ്ലസ് AnTuTu സ്കോറാണ് GT60 റിയൽമി, Nord 4 OnePlus 7+ Gen 3. ഏകദേശം 8 ലക്ഷം 9 ലക്ഷത്തിൻ്റെ AnTuTu സ്കോറിലാണ് 7 Gen 3 വരുന്നത്, Nord CE4. അത് കഴിഞ്ഞിട്ട് ഈ ചിപ്സെറ്റ് വരും. അതിൻ്റെ ഇടയ്ക്ക് ഒരു സാധനവും കൂടിയുണ്ട്, ഒരു ബീസ്റ്റ് 25,000 രൂപയ്ക്ക് പോക്കോ X6 Pro. അത് നിങ്ങൾക്ക് 8300 അൾട്രയാണ് വരുന്നത്, മീഡിയ ടെക്കിൻ്റെ. അപ്പം ഗെയിമിങ്ങിന് ഈ ഫോൺ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, ഗെയിമിങ്ങിന് പറ്റില്ല. ഇനി ക്യാമറയെ കുറിച്ച് നോക്കുമ്പോൾ ഇതിലും ബെറ്റർ. സാമ്പിൾസ് നോക്കുമ്പോൾ മോട്ടറോളയൊക്കെ ഇപ്പോൾ ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. മാത്രവുമല്ല സെൻസർ ഇവിടെ സാംസങ്ങിൻ്റെ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം സാംസങ്ങിൻ്റെ സെൻസറിനേക്കാളും നല്ലത് സോണിയുടെ IMXO അല്ലെങ്കിൽ സോണിയുടെ ലിറ്റിയ സെൻസറാണെന്നുള്ളത്, LYT സെൻസർ. അപ്പം അതും ഇതിനേക്കാളും ബെറ്റർ 30,000 രൂപയ്ക്ക് ഇവിടെ കിട്ടാനുണ്ട്. മാത്രവുമല്ല നമുക്ക് 30,000 രൂപയ്ക്ക് റിയൽമി 13 Pro Plus എന്ന് പറയുന്ന ഫോണ്, പിന്നെ S21 FE എന്ന് പറയുന്ന എല്ലാത്തിനും ടെലിസ്കോപ്പ് കിട്ടുന്നുണ്ട്. അപ്പം ഇത് നമുക്കൊരിക്കലും ഇവിടെ ക്യാമറയ്ക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇതിനേക്കാളും നല്ല സാമ്പിൾസും സ്റ്റെബിലിറ്റിയും തരുന്നത് മോട്ടോ പോലത്തുള്ള ഫോണുകളിലാണ്, മോട്ടോ എഡ്ജ് സീരീസിലുള്ള. അപ്പം ക്യാമറയ്ക്കും ഗെയിമിങ്ങിനും ഈ ഫോൺ റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. 2A പക്ഷേ പ്രൈസ് കുറവാണ്, കുറച്ചും കൂടി 25,000 രൂപ പ്രൈസ് റേഞ്ചിലായിരുന്നു. അത് പിന്നെയും എടുക്കാം. പക്ഷേ ഇത് 2A+ ആണ്. സെയിം ഫോൺ വിത്ത് എ ഡിഫറെൻറ്റ് പ്രൈസ്. അത് എന്ത് ലോജിക്കാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്.
ഇനി ഇപ്പോൾ ഗെയിമിങ്ങും പോയി, ക്യാമറയും പോയി, 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ. പിന്നെ ഡിസൈനും സോഫ്റ്റ്വെയറും അത് ഡിഫറെൻ്റ് ആണ്. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നല്ലതായിരിക്കും, പിന്നെ ചെറിയ ബഗ്ഗൊക്കെ ഉണ്ടാവും, അതൊക്കെ അവർ ഫിക്സ് ചെയ്യും. അവർ നല്ല രീതിയിൽ അപ്ഡേറ്റ്സ് പ്രോമിസ് ചെയ്യുന്നുണ്ടെന്ന് മാത്രമല്ല തരുന്നുണ്ട്. അപ്പം ഡിസൈൻ ആൻഡ് സോഫ്റ്റ്വെയർ ഇവർക്ക് പ്ലസ് പോയിൻ്റ് ആണ്. ഡിസ്പ്ലേ, ഈ ഒരു ടൈപ്പ് ഓഫ് ഡിസ്പ്ലേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എല്ലാ ഫോൺസിലും കിട്ടാനുണ്ട്. പ്രത്യേകിച്ച് നെറ്റ്ഫ്ലിക്സിലും കൂടി HDR കിട്ടുന്ന വേറെ കിട്ടാനുണ്ട്. പിന്നെ അപ്പോൾ ഡിസ്പ്ലേ എൻ്റെ ഓഡിയോ എക്സാക്ട്ലി സെയിം, അതായത് ഈ ഒരു പ്രൈസ് റേഞ്ച് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോൺ ഇവിടെ എടുക്കേണ്ടതായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, ആ ഡിസൈൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അത് നത്തിങ് ഫോൺ 2A എടുത്താൽ പോരെ, 2A പ്ലസ് എടുക്കണോ? അപ്പോൾ ഈ ഒരു ഫോൺ ഒരു ലോകപരാജയമായി മാറിയോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഇവിടെ ഒരു അപ്ഗ്രേഡ് അവർക്ക് കൊണ്ടുവരണം എന്നുണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് വല്ല IP റേറ്റിംഗ് കൂട്ടാമായിരുന്നു. അതൊരു സോളിഡ് അപ്ഗ്രേഡാണ്. ഇതെന്ന് പറയുന്നത് പെർഫോമൻസ് സ്പെസിഫിക്കേഷൻ വൈസ് മാത്രമേ അപ്ഗ്രേഡ് ഉള്ളൂ. അവർ പറയുന്ന 4 അപ്ഗ്രേഡുകൾ എന്ന് പറയുന്നത്, ഒന്ന് ഡിസൈനിലുള്ള മാറ്റം, ഒന്ന് സ്പെസിഫിക്കേഷൻസിനുള്ള മാറ്റം, ചിപ്സെറ്റ് മാറി അതിനോട് 10% GPUവും CPU ഒക്കെ ക്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവർ പറയുന്ന ക്യാമറയിലുള്ള മാറ്റം, ക്യാമറയിൽ അവർ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്, ശരി, സമ്മതിച്ചു. പിന്നെ ഒരു മാറ്റം കൂടി ഉണ്ടായിരുന്നു, ഞാൻ ചെറുതായിട്ട് മറന്നുപോയി, പ്രൈസിലുള്ള മാറ്റം, അങ്ങനെയും പറയാം. അപ്പം അതാണ് മെയിനായിട്ടുള്ള 3 ഡിഫറൻസസ് +1. പിന്നെ ഡിസ്പ്ലേ ആൻഡ് ഓഡിയോ ഒക്കെ സെയിം ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം മാറ്റം കൊണ്ടുവരാമായിരുന്നെങ്കിൽ അവർക്ക് വയർലെസ്, 4ാമത്തെ മാറ്റം ഇതാണ് ചാർജിങ് ഡിപ്പാർട്ട്മെൻറ്റ്. അതും 5 വാട്ട്സിൻ്റെ മാറ്റം നമുക്ക് പ്രാക്ടിക്കലി അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഒരു വയർലെസ് ചാർജിങ് കൊണ്ടുവന്നിരുന്നെങ്കിൽ അതൊരു സോളിഡ് അപ്ഗ്രേഡ് ആയേനെ. ഒന്ന് IP റേറ്റിംഗ് കൂട്ടിയിരുന്നെങ്കിൽ IP54 ആയിരുന്നു 2Aയിൽ, 2A പ്ലസ് ഒരു IP6 7 67 68 ഒക്കെ കൊടുക്കായിരുന്നു. പ്രോപ്പർ വെള്ളത്തിൽ മുക്കാൻ പറ്റിയേനെ, അത് കൊടുക്കാമായിരുന്നു, സോളിഡ് അപ്ഗ്രേഡ് ആയേനെ. ഇനി ക്യാമറേൻ്റെ സെൻസർ മാറ്റിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ പ്രോപ്പർ ചിപ്സെറ്റ് മാറ്റിയാൽ മതിയായിരുന്നു. അതായത് ചിപ്സെറ്റ് ഇവിടെ മാറ്റി, പക്ഷേ പ്രോപ്പറായിട്ട് മാറ്റിയാൽ മതിയായിരുന്നു. എന്നിട്ട് അവർ 30നോ 32നോ വിറ്റോട്ടെ, അതിന് അന്തസ്സുണ്ട്. ഇത് ഞാൻ പറയൂല, ഇതൊരു എടുക്കാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ 2A എടുക്കാം. കാരണം 2A പ്ലസ് പ്രാക്ടിക്കലി ഒരു ഡിഫറൻസും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അത്ര മാത്രം. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് സൈഡിലെ ബെല്ലേക്ക് കൊടുത്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് പോയി ഫോളോ ചെയ്യാൻ മറക്കണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്തൊരു നല്ല വീഡിയോയിൽ എല്ലാവരെയും കാണാം. എല്ലാവർക്കും സ്റ്റേ സേഫ്, ബൈ.